ഒന്ന് ദിനവൃത്താന്തം 2-ാം അധ്യായം. യൂദായുടെ സന്തതികൾ. ഇസ്രായേലിൻ്റെ പുത്രന്മാർ റൂബൻ, ശിമെയോൻ, ലേവി, യൂദാ, ഇസാക്കർ, സെബുലൂൺ, ദാൻ, ജോസഫ്, ബെഞ്ചമിൻ, നഫ്താലി, ഗാദ്, ആഷേർ. യൂദായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേലഹ്. ഇവരുടെ മാതാവ് കാനാൻകാരിയായ ബത്ഷുവ ആയിരുന്നു. യൂദായുടെ ആദ്യജാതനായ ഏർ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ദുഷ്ടനായിരുന്നതിനാൽ അവിടുന്ന് അവനെ നിഹനിച്ചു. മരുമകളായ താമാറിന് പേരസ്, സേറഹ് എന്നീ 2 പുത്രന്മാർ ജനിച്ചു. അങ്ങനെ യൂദായുടെ പുത്രന്മാർ ആകെ 5 പേർ. പേരസിൻ്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ. സേറഹിന് സിമ്രി, ഏദാൻ, ഹേമാൻ, കൽക്കോൽ, ദാര എന്നീ 5 പുത്രന്മാർ. അർപ്പിതവസ്തു അപഹരിച്ചെടുത്ത് ഇസ്രായേലിൽ തിന്മ വരുത്തിയ ആഗാർ കർമ്മിയുടെ പുത്രനാണ്. ഏദാൻ്റെ പുത്രനാണ് അസറിയ. ഹെസ്രോൻ്റെ പുത്രന്മാർ യർഹമേൽ, റാം, കെലുബായ്. റാം അമിനാദാബിൻ്റെയും അമിനാദാബ് യൂദാ ഗോത്രത്തിൻ്റെ നേതാവായ നെഹ്ഷോൻ്റെയും പിതാവാണ്. നെഹ്ഷോൻ സൽമയുടെയും സൽമ ബോവാസിൻ്റെയും ബോവാസ് ഓബദിൻ്റെയും ഓബദ് ജസ്സയുടെയും പിതാവാണ്. ജസ്സയുടെ പുത്രന്മാർ പ്രായക്രമത്തിൽ എലിയാബ്, അമിനാദാബ്, ഷിമ്മ, നദനേൽ, റദ്ദായ്, ഓസെം, ദാവിദ്. സെറുയായും അബിഗായിലും ഇവരുടെ സഹോദരിമാരായിരുന്നു. സെറുയായുടെ 3 പുത്രന്മാർ അബിഷായി, യോവാബ്, അസഹേൽ. അബിഗായിലിന് അമാസ എന്നൊരു പുത്രനുണ്ടായി. ഇസ്മായേലിനായ യാദറായിരുന്നു അവൻ്റെ പിതാവ്. ഹെസ്രോൻ്റെ മകനായ കാലബിന് ഭാര്യയായ അസൂബായിൽ യെറിയോത്ത് ജനിച്ചു. അവളുടെ പുത്രന്മാർ യേഷർ, ഷോബാബ്, അർദോൻ. അസൂബായുടെ മരണത്തിനുശേഷം കാലബ് എഫ്രാത്തിനെ വിവാഹം ചെയ്തു. അവളിൽ ഹൂർ ജനിച്ചു. ഹൂർ ഊറിയുടെയും ഊറി ബസാലേലിൻ്റെയും പിതാവായി. ഹെസ്രോൻ 60-ാം വയസ്സിൽ ഗിലെയാദിൻ്റെ പിതാവായ മാഗീറിൻ്റെ മകളെ വിവാഹം ചെയ്തു. അവളിൽ നിന്ന് സെഗൂബ് ജനിച്ചു. സെഗൂബിന് യായിർ എന്നൊരു പുത്രൻ ജനിച്ചു. യായിറിന് ഗിലെയാദിൽ 23 നഗരങ്ങൾ ഉണ്ടായിരുന്നു. ഹാവോത്തും കെനാത്തും അതിൻ്റെ ഗ്രാമങ്ങളും ഉൾപ്പെടെ 60 പട്ടണങ്ങൾ ഗഷൂറും ആരാമും പിടിച്ചെടുത്തു. ഇവരെല്ലാവരും ഗിലെയാദിൻ്റെ പിതാവായ മാഗീറിൻ്റെ വംശത്തിൽപ്പെടുന്നു. ഹെസ്രോൻ്റെ മരണത്തിനുശേഷം കാലബ് പിതാവിൻ്റെ വിധവയായ എഫ്രാത്തായെ പ്രാപിച്ചു. അവളിൽ അവന് ആഷ്ഹൂർ ജനിച്ചു. ആഷ്ഹൂർ തെക്കോവായുടെ പിതാവാണ്. ഹെസ്രോൻ്റെ ആദ്യജാതനായ യർഹ്മേലിൻ്റെ പുത്രന്മാർ ആദ്യജാതനായ റാമും ബൂന, ഓരൻ, ഓസെം, അഹീയ എന്നിവരും. യർഹ്മേലിന് അദാറ എന്നു വേറൊരു ഭാര്യയുണ്ടായിരുന്നു. ഓനാം ജനിച്ചത് അവളിൽ നിന്നാണ്. യർഹ്മേലിൻ്റെ ആദ്യജാതനായ റാമിൻ്റെ പുത്രന്മാർ മാസ്, യാമിൻ, എക്കർ. ഓനാമിൻ്റെ പുത്രന്മാർ ഷമ്മായി, യാദ. ഷമ്മായുടെ പുത്രന്മാർ നാദാബ്, അബിഷൂർ. അബിഷൂറിൻ്റെ ഭാര്യ അബിഹായിൽ. അവളിൽ അഹ്ബാൻ, മോലിദ് എന്നിവർ ജനിച്ചു. നാദാമിൻ്റെ പുത്രന്മാർ സേലദ്, അഫായിം. സേലദ് മക്കളില്ലാതെ മരിച്ചു. അഫായിമിൻ്റെ പുത്രനാണ് യിഷി. യിഷിയുടെ പുത്രൻ ഷേഷാൻ. ഷേഷാൻ്റെ പുത്രൻ അഹ്ലായ്. ഷെമ്മായുടെ സഹോദരൻ യാദായുടെ പുത്രന്മാർ യദർ, ജൊനാദാൻ. യദർ മക്കളില്ലാതെ മരിച്ചു. ജൊനാദാൻ്റെ പുത്രന്മാർ പേലെത്ത്, സാസ. ഇവർ യർഹ്മേലിൻ്റെ വംശത്തിൽപ്പെടുന്നു. ഷേഷാന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഈജിപ്തുകാരനായ യർഹ എന്ന ഒരു ദാസൻ ഉണ്ടായിരുന്നു. ഷേഷാൻ തൻ്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. അവൾക്ക് അത്തായി എന്നൊരു പുത്രൻ ജനിച്ചു. അത്തായി നാദാൻ്റെയും നാദാൻ സാബാദിൻ്റെയും പിതാവാകുന്നു. സാബാദിന് എഫ്ലാലും എഫ്ലാലിന് ഓബദും ജനിച്ചു. ഓബദ് യേഹുവിൻ്റെയും യേഹു അസറിയായുടെയും പിതാവാണ്. അസറിയായ്ക്ക് ഹേലസും ഹേലസിന് എലയാസാസും ജനിച്ചു.
എലയാസ സിസ്മായുടെയും സിസ്മൈ ഷെല്ലൂമിൻ്റെയും പിതാവാണ്. ഷല്ലൂമിന് യക്കാമിയായും യക്കാമിയായിക്ക് എലിഷാമായും ജനിച്ചു. യറഹ്മേലിൻ്റെ സഹോദരനായ കാലബിൻ്റെ ആദ്യജാതനും സീഫിൻ്റെ പിതാവുമാണ് മരേഷ. മരേഷായുടെ പുത്രൻ ഹെബ്രോൺ. ഹെബ്രോണിൻ്റെ പുത്രന്മാർ കോറഹ്, തപ്പുവ, റക്കം, ഷേമ. ഷേമ റാഹാമിൻ്റെയും അവൻ യോർക്കയാമിൻ്റെയും പിതാവാണ്. റക്കം ഷമ്മായുടെ പിതാവ്. ഷമ്മായുടെ പുത്രൻ മാവോൻ. മാവോൻ്റെ പുത്രൻ ബത്സൂർ, ഹാരാൻ, മോസ, ഗാസസ് എന്നിവർ. കാലബിന് ഉപനാരിയായ ഏഫായിൽ ജനിച്ചു. ഗാസേസിൻ്റെ പിതാവാണ് ഹാരാൻ. യഹ്ദായിയുടെ പുത്രന്മാർ രേഗം, യോദാം, ഗേഷാൻ, പേലത്ത്, ഏഫ, ഷാഫ്. മാഗ എന്ന ഉപനാരിയിൽ കാലബിന് ഷേബർ, തിർഹാന എന്നിവർ ജനിച്ചു. മദ്മാനായുടെ പിതാവായ ഷാഫ് മഗ്ബേനായുടെയും ഗിബയായുടെയും പിതാവായ ഷേവ എന്നിവരും മാഘായിൽ ജനിച്ചു. കാലബിൻ്റെ പുത്രിയാണ് അക്സ. ഇവർ കാലബിൻ്റെ വംശപരമ്പരയിൽ പെടുന്നു. എഫ്രാത്തിൻ്റെ ആദ്യജാതനായ ഹൂറിൻ്റെ പുത്രന്മാർ കിര്യാത്ത് യെയാറിമിൻ്റെ പിതാവ് ഷോബാൽ, ബെത്ലഹേമിൻ്റെ പിതാവ് സൽമ, ബെത്ഗാദറിൻ്റെ പിതാവ് ഹാരഫ്, അർദമെനുഹോത്യർ, ഹരോവ എന്നിവർ. കിര്യാത്ത് യെയാറിമിൻ്റെ പിതാവായ ഷോബാലിൻ്റെ വംശത്തിൽപ്പെടുന്നു. കിര്യാത്ത് യെയാറിമിൻ്റെ കുലങ്ങൾ ഇത്രയർ, പുത്യർ, ഷുമാത്യർ, മിഷ്രായർ. ഇവരിൽ നിന്ന് സൊറാത്യരും എഷ്താവോല്യരും ഉദ്ഭവിച്ചു. ബെത്ലഹേം, നെത്തോഫാത്യർ, അത്രോത്ത് ബത്യോവാബ്, അർദമനഹാത്യർ, സൊറാര്യർ എന്നിവർ ബൽമാ വംശജരാണ്. യാബസിൽ വസിച്ചിരുന്ന നിയമജ്ഞ കുലങ്ങൾ തിരാത്യർ, ഷിമയാത്യർ, സുക്കാത്യർ. റേഗാബ് കുടുംബത്തിൻ്റെ പിതാവായ ഹമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാണ് ഇവർ. കർത്താവിൻ്റെ വചനം.